ഇന്ന് രാവിലെ 11 മണിയായപ്പോൾ അച്ഛൻ്റെ ഒരു കോള് വന്നു. പതിവില്ലാത്ത ഒരു വീഡിയോ കോള് കണ്ട് ഞാൻ ഞെട്ടി. കാരണം ആ സമയത്ത് അച്ഛൻ വിളിക്കാറില്ല. എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് മുമ്പ് അച്ഛനെ വിളിക്കണം. അതൊരു ഓർഡറാണ്, അത് തെറ്റിക്കാൻ പാടില്ല. ഞാനും ചേച്ചിയും അത് സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ തെല്ല് സംശയത്തോടു കൂടി ഞാൻ ആ ഫോൺ എടുത്തപ്പോൾ തന്നെ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. നീ എന്തോ കിടക്കുകയാണോ? നിൻ്റെ സമയമൊക്കെ കൊള്ളാമല്ലോ, ഈ സമയത്ത് പെണ്ണുങ്ങൾ കിടക്കുന്നോ എന്നൊക്കെ ചോദിച്ചു. ദേവയെ സ്കൂളിലൊക്കെ വിട്ടിട്ട് കറണ്ട് പോയ സമയത്ത് ഞാനത് സ്വല്പ നേരം കിടന്നതാണ്. എന്നിട്ട് അച്ഛൻ അഭിമാനത്തോടു കൂടി എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചു. നീ കണ്ടോ, വിനീത് ശ്രീനിവാസിന്റെ കൂടെ നിന്ന് മനീഷ ഫോട്ടോ ഇട്ടത് കണ്ടോ? അങ്ങനെയാ പെണ്ണുങ്ങൾ അവതാരകയായിട്ടൊക്കെ നിൽക്കുന്നത് നീ കണ്ടായിരുന്നു എന്ന്. അപ്പോൾ ചെറിയൊരു കുശുമ്പോടെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ മൂത്ത മകൾക്ക് കൊടുത്ത പ്രോത്സാഹനത്തിൻ്റെ ഒരു ചെറിയ പങ്ക് എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാനും ഇപ്പോൾ അങ്ങനെയൊക്കെ ആയേനെന്ന്. അത് ചുമ്മാതാണെന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം മനീഷ ചേച്ചി 9 വയസ്സ് മുതൽ കേരളം അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ കാതികയാണ്. അത് അച്ഛൻ്റെ പ്രോത്സാഹനവും മനീഷ ചേച്ചിയുടെ കഴിവും കൊണ്ട് മാത്രമാണ് അത്രയും ഉയരങ്ങളിലെല്ലാം എത്തിയതെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ പല ആൾക്കാരും എന്നെ കുത്തി നോവിക്കാൻ എന്നുള്ള രീതിയിൽ നീ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്, നിൻ്റെ ചേച്ചിക്ക് എന്ത് കഴിവാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ എരികേറ്റുമെങ്കിലും എൻ്റെ ചേച്ചിയുടെ ഈ കഴിവുകളിലെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷം തന്നെയാണ് ഉള്ളത് കേട്ടോ. ഈ ഇടയ്ക്ക് തന്നെ റിജി ചേച്ചി എന്നോട് ചോദിച്ചു, എടി നിൻ്റെ ചേച്ചിയാണോ മനീഷ പണ്ട് കഥാപ്രസംഗമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, അതെ, അന്ന് ചേച്ചിയുടെ പേര് ഓടനാവട്ടെ മനീഷ എന്നായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ മാമൻ ബുക്ക് ചെയ്ത ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് മനീഷ ചേച്ചി കല്ലുവാതക്കലിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എന്നേക്കാൾ കുറച്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചാണ് കഥ പറയുന്നത് എന്ന് കേട്ടപ്പോൾ ഞാനും അതിൻ്റെ മുമ്പിൽ പോയിരുന്ന് കഥ കേട്ടതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടടി. അന്ന് പറഞ്ഞ കഥ എന്താണെന്നൊന്നും ഓർമ്മയില്ല, പക്ഷേ ഇപ്പോഴും ഞാൻ ആ പെൺകുട്ടിയെ ഓർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്ര ആളുകളുടെ മനസ്സിലായിരുന്നു മനീഷ് ചേച്ചി കുഞ്ഞുനാൾ മുതൽ ഇടം നേടിയത് എന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചിരുന്നു. 2 ദിവസം മുമ്പ് മനീഷ ചേച്ചിയുടെ FB പോസ്റ്റിൽ ഞാൻ കണ്ടിരുന്നു മനീഷ് ചേച്ചിയുടെ സ്കൂളിൽ വിനീത് ശ്രീനിവാസൻ വരുന്നുണ്ട് എന്ന്. പക്ഷെ അത് വെറും ഒരു സ്റ്റാറ്റസ് മാത്രമാണ് എന്നാണ് ഞാനും കരുതിയത്. പക്ഷേ ആ സ്റ്റേജിൽ ഇത്രയും മനോഹരമായിട്ട് ചേച്ചിക്ക് അവതാരകയായി നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്ന് രാവിലെ അച്ഛൻ്റെ FB പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. ഏറ്റവും വർണ്ണാഭമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ഒരു സംഗീത നിശയ്ക്ക് വേണ്ടി തന്നെയാണ്. എന്റെ മുന്നിൽ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു സദസ്സിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതെ, ഒരു ഗംഭീര കയ്യടി നൽകാം. ഇത്രയും വലിയ ക്രൗഡിൽ നിന്ന് കുഞ്ഞു കയ്യടിയോ? പോരാ, വരട്ടെ. പ്രിയമുള്ളവരെ, മലയാള ചലച്ചിത്ര ലോകത്ത് തൊട്ടതെല്ലാം പൊന്നാക്കി മാത്രം ശീലമുള്ള നമ്മുടെ ഏവരുടെയും അഭിമാന താരം ശ്രീ വിനീത് ശ്രീനിവാസന് പ്രൗഢഗംഭീരമായ ISBയുടെ ഈ ഒരു മണ്ണിലേക്ക് ഹൃദ്യമായി നമുക്ക് സ്വാഗതം ആശംസിക്കാം. ഒരു നിഷ്കളങ്കമായ ചിരിയോടെ അല്ലാതെ ഈ ഒരു വ്യക്തിയെ നമുക്ക് കാണാനേ സാധിക്കില്ല. ആ ഒരു പുഞ്ചിരിയോടെയാണ് നമ്മുടെ എല്ലാം ഹൃദയം കീഴടക്കി ശ്രീ വിനീത് ശ്രീനിവാസൻ എന്ന ഈ ഒരു വ്യക്തിത്വം മുന്നേറുന്നത്. മലയാള സിനിമയിൽ തന്റേതായ ഇടം നേടിയ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ശ്രീ ശ്രീനിവാസൻ സാറിന്റെ മകൻ, ഹിറ്റുകൾ മാത്രം നൽകുന്ന സംവിധായകൻ, ആരെയും പിടിച്ചു നിർത്തുന്ന മാസ്മരിക ശബ്ദത്തിന്റെ ഉടമ, ജീവിതത്തിന്റെ ഓരം ചേർന്നുള്ള ഹൃദയം കൊണ്ട് മാത്രം തൂലിക ചെലുത്തുന്ന അനുഗ്രഹീത എഴുത്തുകാരൻ, ലാളിത്യമാർന്ന വരികൾ കൊണ്ട് മനം കവർന്ന ഗാനരചയിതാവ്, വളരെ സ്വാഭാവികമായ അഭിനയ തികവുകൊണ്ട് വിനയം നിറഞ്ഞ പെരുമാറ്റം കൊണ്ട് നമ്മൾ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ശ്രീ വിനീത് ശ്രീനിവാസന് ഒരു ഗംഭീര കയ്യടിയോടെ നമുക്ക് സ്വാഗതം ആശംസിക്കാം. ഈ ഒരു ആരവം പോരെ കേട്ടോ. വരട്ടെ. താങ്ക് യു. അപ്പോ വിനീത് ശ്രീനിവാസന്റെ ആ ഒരു തകർപ്പ് ടീമോട് റെഡിയാണ്. ചേട്ടാ റെഡിയല്ലേ? അപ്പോ
നമുക്ക് അവര് സ്വാഗതം ചെയ്യാം. അവരുടെ ഒരു നല്ല കൈയിലൂടെ എല്ലാവരും കണ്ടൊക്കെ ഇരിക്കാന്ന് അറിയാം. പോരാ, നല്ല കൈയിലുണ്ടെങ്കിൽ അതിൽ വരും കേട്ടോ. വിനീത് ശ്രീനിവാസൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ അച്യുതാനന്ദൻ സാർ, ചിത്ര ചേച്ചി, അങ്ങനെ പല പല പ്രമുഖരായിട്ടുള്ള ആൾക്കാർ വന്നപ്പോഴെല്ലാം മനീഷ് ചേച്ചി അവിടെ അവതാരകയായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഒരുപാട് സ്നേഹവും സന്തോഷവും എല്ലാം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് വേദികളിൽ ചേച്ചിക്ക് അവതാരകയായി നിൽക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.